കണ്ണൂർ ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഒരുക്കിയ അടയ്ക്കാത്തൂൺ ശ്രദ്ധേയമാകുന്നു. കളിയാട്ടക്കാലത്ത് ക്ഷേത്രങ്ങൾ അലങ്കരിക്കുന്നത് ഉത്തര മലബാറിലെ പതിവ് കാഴ്ചകളാണെങ്കിലും കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ടുള്ള അലങ്കാരം മാതമംഗലം നീലിയാർ കോട്ടത്തിന്റെ മാത്രം സവിശേഷതയാണ്. പഴുത്ത അടക്കകൾ നൂലിൽ കോർത്തെടുത്ത് തൂണുകളിൽ ഭംഗിയിൽ ചുറ്റിയുണ്ടാക്കുന്ന അടയ്ക്കാത്തൂണുകൾ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. 15,000-ഓളം പഴുത്ത അടക്കകളാണ് ഇത്തവണ അടയ്ക്കാത്തൂണുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കൂട്ടായ്മയാണ് പഴുത്ത അടക്കകൾ നൂലിൽ കോർത്തെടുക്കുന്നത്. പുരുഷന്മാർ ഈ അടയ്ക്കാമാലകൾ തൂണിൽ വരിഞ്ഞു ചുറ്റി അലങ്കരിക്കും. കാർഷിക സമൃദ്ധിയുടെ ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് എല്ലാ വർഷവും കളിയാട്ടത്തോടനുബന്ധിച്ചൊരുക്കുന്ന ഈ അടയ്ക്കാത്തൂണുകളെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പഴയ കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് ഇത് നാട്ടിൽ നിന്ന് പഴുത്ത അടക്കകൾ പറിച്ച് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതാണ്. അത് പണ്ട് കാലത്ത് ഒരു തറച്ചുമുണ്ടായിട്ട് കൊണ്ടുവന്നതാണ്. ഇന്നിപ്പം തറച്ചുമുണ്ടായിട്ട് കിട്ടില്ല, പറിച്ചു കൊണ്ടുവന്നിട്ട് അത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് മറ്റൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയല്ലാതെ കടക്കയും മറ്റുള്ള എല്ലാവിധ കാർഷിക മേഖലയിലുള്ള എല്ലാ ധാന്യങ്ങളും മറ്റുള്ളതെല്ലാം കാണിക്കയായിട്ട് വെക്കുന്നുണ്ട്. തേങ്ങ, മറ്റു നാളികേരം, മറ്റുള്ള എല്ലാം വെക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അടക്കയും അത് അലങ്കാരത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പഴുക്കടക്ക തൂണായിട്ട് വെക്കുന്നു. കാർഷിക വിളവിന്റെ ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് തൂണുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുമെങ്കിലും കളിയാട്ടക്കാലത്ത് അടയ്ക്കാത്തൂണുകൾ നിർബന്ധമാണ്. ഇത് പഴയകാല അവർക്ക് കാർഷികവും ജനങ്ങളെ കൂട്ടായ്മയും കൂടിയില്ല ആൾക്കാർ, ഓരോ ഭാഗം തിരിഞ്ഞിട്ടില്ല ആൾക്കാർ അന്നേരം ഉണ്ടായത്. അങ്ങനെ വെച്ചാൽ തറവാട്ടുകാരെ വകയായിട്ട് 4 തൂണായിട്ട് ഉണ്ടായതാണ്. 4 തറവാട്ടുകാർ കൂടി ഉണ്ടാവുന്ന ഒരു തൂണായിട്ട് ഉണ്ടായതാണ് ഇത്. അതൊരു ചടങ്ങായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അത് കമ്മിറ്റിയായിട്ട് രൂപീകരിച്ച് പിന്നെ 10 തൂണിലേക്ക് നീങ്ങി. അത് കാർഷികത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ പോലെയാണ് തൂണ് കൂടുന്നത് കുറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 9 തൂണാണ്ട് ഇപ്രാവശ്യം 10 തൂണായുള്ളത്. ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. ക്ഷേത്രത്തിൽ കെട്ടിയാടുന്ന തീച്ചാമുണ്ടിയുടെ കോലം അഗ്നിപ്രവേശനം നടത്തുന്നതിനായി ഒരുക്കുന്ന മേലേരി പച്ചവിറകുകൾ കത്തിച്ചുള്ള കനൽക്കൂമ്പാരം ഉപയോഗിച്ചാണ് ഒരുക്കുന്നത്. നഗരവൽക്കരണം ത്വരിതവേഗത്തിലാവുമ്പോൾ സമൂഹം പരിചിതമല്ലാത്ത കോലം ധരിക്കുമ്പോഴും പഴമയുമായി ഇഴുകിച്ചേരുന്ന ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുതുതലമുറയ്ക്കും കൗതുക കാഴ്ചയാണ്.